Okay, hello. That is good morning. Next we moving to next problem in Bellcoleman cycle. Okay. Okay. The question is the atmospheric air at pressure 1 bar and temperature minus 5 degrees Celsius is drawn in the cylinder of compressor of a Bellcoleman refrigerating machine. ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ അറ്റ്മോസ്ഫറിക് എയർ അറ്റ് പ്രഷർ 1 ബാർ. പ്രഷർ എത്രയാണ്? 1 ബാർ ആണ്. ടെമ്പറേച്ചർ -5°C ഈസ് ഡ്രോൺ ഇൻ ദ സിലിണ്ടർ ഓഫ് ദ കംപ്രസർ ഓഫ് എ Bellcoleman റെഫ്രിജറേറ്റിംഗ് മെഷീൻ. ഇത് റെഫ്രിജറേറ്റിംഗ് മെഷീനിലേക്ക് വരുമ്പോഴത്തെ കണ്ടീഷനാണ് പറയുന്നത് അല്ലേ? അപ്പോൾ എന്താ സംഭവം? അപ്പോൾ ഇത് ഇൻലെറ്റ് കണ്ടീഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ദാറ്റ് ഈസ് പ്രഷർ P എന്ന് പറഞ്ഞാൽ എന്താണ്? P1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബാർ and temperature T1 that is equal to -5°C. ഓക്കെ, കിട്ടിയല്ലോ. ഇനി നമുക്ക് തന്നിട്ടുണ്ട് Bellcoleman റെഫ്രിജറേറ്റിംഗ് മെഷീൻ ആണ്. അപ്പോൾ സൈക്കിൾ ഈസ് എന്താണ്? Bellcoleman റെഫ്രിജറേറ്റിംഗ് സൈക്കിൾ ഓർ Bellcoleman സൈക്കിൾ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് നെക്സ്റ്റ്? ഇറ്റ് ഈസ് കംപ്രസ്ഡ് ഐസെൻട്രോപിക്കലി ടു എ പ്രഷർ ഓഫ് 5 ബാർ. ഇറ്റ് ഈസ് കംപ്രസ്ഡ് ഐസെൻട്രോപിക്കലി ടു എ പ്രഷർ ഓഫ് 5 ബാർ. അപ്പോൾ അടുത്ത പ്രോസസ് എന്താണ്? പ്രോസസ് 1 to 2 എന്ന് വെച്ചാൽ എന്താണ്? ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. പ്രോസസ് 1 to 2 എന്താണ്? ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. ഇനി എത്രയാണ്? പ്രഷർ അപ് ടു 5 ബാർ. അപ്പോൾ P2 ഈക്വൽ ടു എത്രയാണ്? 5 ബാർ. P2 ഈക്വൽ ടു 5 ബാർ. ഇനി നെക്സ്റ്റ് ഇൻ ദ കൂളർ ദ കംപ്രസ്ഡ് എയർ ഈസ് കൂൾഡ് ടു 15°C. അപ്പോൾ കംപ്രസർ ഈസ് ഓവർ. കംപ്രസർ എന്നുള്ള കോൺസെപ്റ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇൻ ദ കൂളർ. നെക്സ്റ്റ് എന്തിലേക്കാണ് ഡ്രോൺ ചെയ്യുന്നത്? കൂളറിലേക്കാണ്. കൂളറിൽ ടെമ്പറേച്ചർ ആണ് എത്ര കൊടുത്തിട്ടുള്ളത്? ദാറ്റ് ഈസ് 15°C. അപ്പോൾ അവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? T3 ആണ്. ദാറ്റ് ഈസ് T3 ആണ്. T3 ഈക്വൽ ടു 15°C. നെക്സ്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത്? പ്രഷർ റിമൈനിങ് സെയിം. അവിടെ എന്താ പ്രത്യേകത? പ്രഷർ എന്താണ്? കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണ്. ആ പ്രഷർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് ദെൻ എക്സ്പാൻഡഡ് ടു എ പ്രഷർ ഓഫ് 1 ബാർ. എന്ന് പറഞ്ഞാൽ എന്താ അവിടെ കൊടുത്തിരിക്കുന്നത്? നമുക്കവിടെ P4 എഗെയിൻ എന്താണ്? P4 എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്യാണ്. അപ് ടു എവിടേക്കാണ്? അടുത്ത പ്രോസസ്സിലേക്ക് 4 to 1 ടു ദ പ്രഷർ എത്രയാണ്? 1 ബാർ ആണ്. ഓക്കെ, അപ്പോൾ അത് കിട്ടി. P4 ഈക്വൽ ടു P1 ഈക്വൽ ടു 1 ബാർ ആൻഡ് P2 ഈക്വൽ ടു P3 ഈക്വൽ ടു 5 ബാർ. രണ്ടും കിട്ടിയല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഫ്രം വേർ ഇറ്റ് ഈസ് പാസ്ഡ് ടു ദ കോൾ ചേംബർ. ഇത് കഴിഞ്ഞിട്ടാണ് കോൾ ചേംബറിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇനി എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണേ? ഫൈൻഡ് ഔട്ട് ഫസ്റ്റ് വൺ വർക്ക് ഡൺ പെർ കിലോഗ്രാം ഓഫ് എയർ. നെക്സ്റ്റ് വൺ COP ഓഫ് ദ പ്ലാന്റ്. എന്താണ്? COP ഓഫ് ദ പ്ലാന്റ്. പക്ഷേ ക്വസ്റ്റ്യൻ എന്താണ്? ഫോർ എയർ അസ്യൂം law of expansion that is isentropic expansion PV raised to 1.2 equal to constant. നമുക്കറിയാം ജനറലി ഫോർ എയർ എന്ന ഗാമയാണെങ്കിൽ എന്താ വരിക? വാല്യൂ 1.4 ആണ് വരിക. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 1.2 ആണ്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള വാല്യൂ എന്താണ്? അപ്പോൾ എന്താണ് അവിടുത്തെ ലോ? അതേതാണ്? PV raised to n equal to constant. അപ്പോൾ എക്സ്പാൻഷന്റെ പ്രോസസ് എന്താണ്? പോളിട്രോപിക് പ്രോസസ് ആണ്. നെക്സ്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത്? ലോ ഓഫ് കംപ്രഷൻ എന്നുള്ളത് എന്താണ്? PV raised to 1.4 ഈക്വൽ ടു കോൺസ്റ്റന്റ്. അവിടെ വന്നിട്ടുള്ള വാല്യൂ ഏതാണ്? എയർ. ഗാമയുടെ വാല്യൂ ഏതാ വന്നിട്ടുള്ളത്? എയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1.4 ആണ്. അപ്പോൾ പ്രോസസ് എന്താണ്? ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. മനസ്സിലാക്കേണ്ട കാര്യം, പ്രോസസ് 1 to 2 ഐസെൻട്രോപിക് കംപ്രഷൻ. അറ്റ് ദ സെയിം ടൈം പ്രോസസ് 3 to 4 എന്താണ്? പോളിട്രോപിക് എക്സ്പാൻഷൻ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്താ കൊടുത്തിട്ടുള്ളത്? എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടത്? ഫൈൻഡ് ഔട്ട് എന്താണ്? വർക്ക് ഡൺ പെർ കിലോഗ്രാം ഓഫ് എയർ ആൻഡ് COP. ഈ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്ന വരുന്ന കണ്ടീഷനിലെ COPയും വർക്ക് ഡണ്ണും ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെ തന്നിട്ടുള്ള വാല്യൂ. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? പ്രോസസ് എന്താണ്? Bellcoleman സൈക്കിൾ ആണ്. അപ്പോൾ അത് Bellcoleman സൈക്കിൾ വരയ്ക്കുക. PVTS ഡയഗ്രാം വരയ്ക്കുക. ഇനി അവിടെ മെൻഷൻ ചെയ്യേണ്ട കാര്യം പ്രോസസ് 1 to 2 എന്താണ്? 1 to 2 എന്ന് വെച്ചാൽ എന്താണ്? 1 to 2 എന്താണ്? നമ്മൾ നോക്കി എന്താ പറഞ്ഞത്? പ്രോസസ് കംപ്രഷൻ എന്താണ്? പ്രോസസ്
PV raised to 1.4 equal to constant. അപ്പോൾ 1 to 2 എന്ന് വെച്ചാൽ എന്താണ്? PV raised to 1 to 2 എന്ന് വെച്ചാൽ എന്താണ്? PV raised to 1.4 equal to constant. കിട്ടിയില്ലേ? ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വരുന്നത് എന്താ? 2 to 3 കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ. അഗെയിൻ 3 to 4 എന്താ വരുന്നത്? PV raised to 1.2 equal to constant. അവിടെ എന്താണ് വാല്യൂ? PV raised to n equal to constant. Again 4 to 1 constant pressure heat absorption process. അപ്പോൾ PVTS ഡയഗ്രാം കിട്ടി. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? പ്രഷർ എന്നുള്ളത് P1 ഈക്വൽ ടു P4 ഈക്വൽ ടു 1 ബാർ ആണ് നമ്മൾ പറഞ്ഞില്ലേ? നേരത്തെ പറഞ്ഞില്ലേ? അഗെയിൻ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? നെക്സ്റ്റ് പറഞ്ഞ കാര്യം എന്താണ്? P2 ഈക്വൽ ടു P3 ഈക്വൽ ടു എത്രയാണ്? 5 ബാർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അഗെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു T3 that is equal to 15 degrees Celsius that is equal to 288 Kelvin. പിന്നെ രണ്ട് കേസ് തന്നിട്ടുണ്ട്. എക്സ്പാൻഷൻ ഗാമയുടെ വാല്യൂ 1.2, കംപ്രഷൻ ഗാമയുടെ വാല്യൂ 1.4. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് 1 by 1 ആയിട്ട് കണ്ടുപിടിക്കാം. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വർക്ക് ഡൺ പെർ കിലോഗ്രാം ഓഫ് എയർ. വർക്ക് ഡൺ പെർ കിലോഗ്രാം ഓഫ് എയർ ആണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. വർക്ക് ഡൺ പെർ കിലോഗ്രാം ഓഫ് എയർ. അപ്പോൾ വർക്ക് ഡൺ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? W നെറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? വർക്ക് ഡൺ ബൈ കംപ്രസർ മൈനസ് വർക്ക് ഡൺ ബൈ എക്സ്പാൻഡർ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് അറിയാത്ത വാല്യൂസ് കണ്ടുപിടിക്കണം അല്ലേ? എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? അറിയാത്ത വാല്യൂസ് വെച്ചാൽ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് അറിയാത്ത വാല്യൂ, പ്രഷർ, ടെമ്പറേച്ചർ ആയിട്ടുള്ള അൺനോൺ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് എടുക്കാം. ഫസ്റ്റ് പ്രോസസ് എന്താണ്? ഇവിടെ നമുക്കറിയാം ഫ്രം PV ചാർട്ട്. ഫസ്റ്റ് പ്രോസസ് എന്താണ്? ഐസെൻട്രോപിക് കംപ്രഷൻ. PV raised to gamma equal to 1.4. PV raised to 1.4 ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്കറിയാം ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. ഐസെൻട്രോപിക് കംപ്രഷന്റെ പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻ എന്താണ്? T2 ഡിവൈഡഡ് ബൈ T1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? P2 ഡിവൈഡഡ് ബൈ P1 ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. ഗാമ മൈനസ് 1 ബൈ ഗാമ. നമുക്കറിയാം P2ന്റെ വാല്യൂ എത്രയാണ്? P2ന്റെ വാല്യൂ നോക്കി എത്രയാണ്? ദാറ്റ് ഈസ് 5 ബാർ ആണ്. P1ന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 5 ഡിവൈഡഡ് ബൈ 1 ഹോൾ റേസ് ടു എന്താണ്? 1.4 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1.4. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? ഫൈനലി നമുക്ക് എന്ത് കിട്ടി? 5 ഹോൾ റേസ് ടു എത്രയാണ് വന്നേ? 0.286. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ ആൻസർ വിൽ ബി എത്രയാണ്? 1.585. T2 ഡിവൈഡ് ബൈ T1 ഈക്വൽ ടു 1.585. കിട്ടിയല്ലോ. നെക്സ്റ്റ് എന്താ വരുന്നത്? T2 കണ്ടുപിടിക്കണം അല്ലേ? T2 ഈക്വൽ ടു T1 ഇൻറ്റു 1.585. T1ന്റെ വാല്യൂ എത്രയാ? -5 ഡിഗ്രി സെൽഷ്യസ്. -5 പ്ലസ് 273 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ? 268 കെൽവിൻ. ദാറ്റ് ഈസ് എന്ത് വന്നു? 1.585 ഇൻറ്റു 268 കെൽവിൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 424.8 കെൽവിൻ. 424.8 കെൽവിൻ കിട്ടിയല്ലോ. അപ്പോൾ T2 കിട്ടി. അൺനോൺ വാല്യൂ 1 കിട്ടി. നെക്സ്റ്റ് അടുത്ത വാല്യൂ അൺനോൺ വാല്യൂ നമുക്ക് കിട്ടണേ. പ്രഷർ അറിയാം, അടുത്ത ടെമ്പറേച്ചർ കിട്ടണം അല്ലേ? അപ്പോൾ പ്രോസസ് 3 to 4 എന്താണ്? PV raised to 1.2 ഈക്വൽ ടു കോൺസ്റ്റന്റ്. പ്രോസസ് ഏതാണ്? PV raised to n ഈക്വൽ ടു കോൺസ്റ്റന്റ്. പ്രോസസ് ഏതാണ്? പോളിട്രോപിക് പ്രോസസ്. അഗെയിൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഫ്രം ഫോർ പോളിട്രോപിക് പ്രോസസ് T3 divided by T4 that is equal to P3 divided by P4 whole raised to n minus 1 divided by n. മനസ്സിലായല്ലോ? T3 by T4 equal to P3 by P4 whole raised to n minus 1 divided by n. നമുക്കറിയാം കിട്ടിയിട്ടുള്ള വാല്യൂ എത്രയാണ്? 5 divided by 1 5 whole raised to n-ന്റെ വാല്യൂ 1.2. 1.2 minus 1 divided by 1.2. 1.2 minus 1 divided by 1.2. The finally T3 by T4 equal to എത്ര വരുന്നേ? 1.31. T3 by T4 equal to 1.31. നമുക്ക് ഏത് വാല്യൂ കണ്ടുപിടിക്കണ്ടേ? T3 നമുക്കറിയാം അല്ലേ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? T4 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? T4 equal to T3 divided by 1.31. T4 equal to T3 divided by 1.31. T3യുടെ വാല്യൂ എത്രയാണ്? 15 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ? അപ്പോൾ വാല്യൂ എത്രയാ? 288 കെൽവിൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 288 ഡിവൈഡഡ് ബൈ എത്ര വരുന്നത്? 1.31. ഫൈനൽ ഇക്വേഷൻ, ഫൈനൽ ആൻസർ വിൽ ബി 220 കെൽവിൻ.
ഫൈനൽ ആൻസർ വിൽ ബി 220 കെൽവിൻ. കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഓരോ കേസസിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, വർക്ക് ഡൺ കണ്ടുപിടിക്കണം അല്ലേ, വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് വൺ എന്താണ്, വർക്ക് ഡൺ പെർ കിലോഗ്രാം ബൈ എന്താണ്, കംപ്രസർ. വർക്ക് ഡൺ പെർ കിലോഗ്രാം ബൈ എന്താണ്, കംപ്രസർ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താ, W122 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക, ഗാമ ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു R ഇൻറ്റു T2 മൈനസ് T1 ഇൻറ്റു T2 മൈനസ് T1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ ചെയ്യാം, ആറിൻ്റെ വാല്യൂ നമുക്കറിയില്ലേ, CP വാല്യൂ ഒക്കെ അറിയാലോ. നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ആറിൻ്റെ വാല്യൂ 0.287. അപ്പോൾ നമുക്കറിയാം ഗാമയുടെ വാല്യൂ 1.4. അപ്പോൾ എങ്ങനെ ചെയ്യാം, 1.4 ഡിവൈഡഡ് ബൈ 1.4 മൈനസ് 1 ഇൻറ്റു 0.287 ഇൻറ്റു 424.8 മൈനസ് എന്താണ് 268. ഫൈനലി ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 159 കിലോ ജൂൾ പെർ കിലോഗ്രാം. 159 കിലോ ജൂൾ പെർ കിലോഗ്രാം. ആറിൻ്റെ വാല്യൂ എത്ര വരണേ ശ്രദ്ധിക്കുക, മറക്കരുത്. എത്ര വരുന്നത്, 0.287 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. നമ്മളിത് കിലോ ജൂളിൽ എടുക്കുന്നതുകൊണ്ടാണ് 287, അല്ലെങ്കിൽ ജൂൾ ആണെങ്കിൽ എന്ത് വരും, 287 ആണ് വരിക കേട്ടോ, 287 ആണ് വരിക കേട്ടോ, ശ്രദ്ധിക്കുക കേട്ടോ വാല്യൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വർക്ക് ഡൺ ബൈ എക്സ്പാൻഡർ ഡ്യൂറിങ് പ്രോസസ് 3 to 4. ഇനി എന്ത് ചെയ്യണം, വർക്ക് ഡൺ ബൈ എക്സ്പാൻഡർ കണ്ടുപിടിക്കണം. എക്സ്പാൻഡറിൻ്റെ പ്രോസസ് ഏതാണ്, പോളിട്രോപിക് പ്രോസസ് ആണ്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും, അപ്പോൾ എങ്ങനെ വരും, ദാറ്റ് ഈസ് WE എന്ന് വെച്ചാൽ എന്താ പറയണത്, ഗാമ ബൈ ഗാമ മൈനസ് 1 പകരം ഇവിടെ എന്താ വരിക, ഫോർ പോളിട്രോപിക് പ്രോസസ് വർക്ക് ഡൺ എന്ന് വെച്ചാൽ N ഡിവൈഡഡ് ബൈ N മൈനസ് 1 ഇൻറ്റു R ഇൻറ്റു T3 മൈനസ് T4. എൻ്റെ വാല്യൂ 1.2. 1.2 ഡിവൈഡഡ് ബൈ 1.2 മൈനസ് 1 ഇൻറ്റു 0.287 ഇൻറ്റു 287 മൈനസ് 220. 287 മൈനസ് 220. ഫൈനലി ദ ആൻസർ വിൽ ബി എത്ര വരണത്, 118.3 കിലോ ജൂൾ പെർ കിലോഗ്രാം. 118.3 കിലോ ജൂൾ പെർ കിലോഗ്രാം. കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, നെറ്റ് വർക്ക് ഡൺ കണ്ടുപിടിക്കണം അല്ലേ. നെറ്റ് വർക്ക് ഡൺ ഈക്വൽ ടു വർക്ക് ഡൺ ബൈ കംപ്രസർ മൈനസ് വർക്ക് ഡൺ ബൈ എക്സ്പാൻഡർ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരണത്, വാല്യൂ നമുക്ക് കിട്ടിയ നേരത്തെ കിട്ടിയ രണ്ട് വാല്യൂ മൈനസ് ചെയ്യുക. എത്ര നമുക്ക് കിട്ടിയത്, വർക്ക് ഡൺ ബൈ കംപ്രസർ വർക്ക് ഡൺ ബൈ എക്സ്പാൻഡർ നമുക്ക് എത്ര കിട്ടിയിട്ടുള്ള വാല്യൂ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വന്നിട്ടുള്ളത്, 159 മൈനസ് 118.3. 159 മൈനസ് 118.3. ഫൈനലി ദാറ്റ് ഈസ് ബിക്കം എത്രയാണ്, 40.7 കിലോ ജൂൾ പെർ കിലോഗ്രാം. 40.7 കിലോ ജൂൾ പെർ കിലോഗ്രാം. അപ്പോൾ അത് കഴിഞ്ഞല്ലോ. ഇനി നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്, COP ഓഫ് ദ പ്ലാന്റ് കണ്ടുപിടിക്കേണ്ടത്. COP ഓഫ് ദ പ്ലാന്റ്, COP ഈക്വൽ ടു എന്താ പറയണത്, ഡിസൈർഡ് എഫക്ട് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ. ഡിസൈർഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയണത്, റെഫ്രിജറേഷൻ എഫക്ട് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ. എന്താ പറയണത്, റെഫ്രിജറേഷൻ എഫക്ട് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ. ഇപ്പോൾ റെഫ്രിജറേഷൻ എഫക്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഏത് പ്രോസസ്സിലാണ്, പ്രോസസ് 4 to 1 എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ദാറ്റ് ഈസ് ഈക്വൽ ടു CP ഇൻറ്റു T1 മൈനസ് T4. CP ഇൻറ്റു T1 മൈനസ് T4. CPയുടെ വാല്യൂ കറക്റ്റ് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, എത്രയാണ്, 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു T1 മൈനസ് T4. 268 മൈനസ് 220 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരണത്, 48 കിലോ ജൂൾ പെർ കിലോഗ്രാം. 48 കിലോ ജൂൾ പെർ കിലോഗ്രാം. ഫൈനലി COP ഈക്വൽ ടു എത്ര വരണേ, അതിൽ എത്ര വരുന്നത്, COP ഈക്വൽ ടു ഡിസൈഡ് ഹീറ്റ് അബ്സോർബ്ഡ് ഡിസൈഡ് എഫക്ട് ബൈ വർക്ക് ഡൺ ദാറ്റ് ഈസ് heat absorbed divided by work done that is equal to 48 divided by 40.7. Finally the answer will be 1.18. Okay, thank you.